ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ നോക്കുന്നത്. ഞങ്ങളൊരു വെഡ്ഡിങ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ഹൊസൂർ വരെ പോവുകയാണ്. ട്രെയിനിലാണ് പോയത്. അങ്കുൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ട്രെയിനിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതൊരു മെമ്മറബിൾ മൊമെൻറ്റും കൂടെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വ്ലോഗ് എടുത്തു. എൻ്റെയും ട്രെയിനിലെ സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ്. കുഞ്ഞ് ആയിരുന്നപ്പോൾ അച്ഛൻ്റെയൊക്കെ കൂടെ പോയിട്ടുള്ളതല്ലാതെ ഞാൻ അങ്ങനെ പോയിട്ടില്ല ട്രെയിനിൽ. അങ്ങനെ പോവേണ്ട ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഇതിൻ്റെ സെക്കൻഡ് ട്രെയിൻ യാത്രയാണ്. സ്റ്റേഷനിലെത്തിയ ട്രെയിൻ കണ്ടപ്പോൾ തന്നെ അങ്കു ഭയങ്കര ഹാപ്പിയായി. പിന്നെ കൂടെ അവൻ്റെ അപ്പാമ്മയും പെരിയപ്പയും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കൊച്ചുവേളിയിൽ നിന്നാണ് ഞങ്ങൾ ട്രെയിൻ കയറിയത്. വൈകുന്നേരം 5 മണിക്ക് തന്നെ ട്രെയിൻ എടുത്തു. ഇവിടെ എല്ലാം വെള്ളമുള്ള സ്ഥലം അല്ലേ? പാട്ടൊക്കെ ഉണ്ടാക്കിയാലേ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എല്ലാം എക്സ്പ്ലോർ ചെയ്തും ഭയങ്കര ബഹളമായിരുന്നു അങ്കു ട്രെയിനിൽ. പിന്നെ ഒരു വിധത്തിൽ ഉറക്കി അവനെ. ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. കഴിച്ചിട്ടാണ് ഞാൻ അങ്കുവിനെ ഉറക്കിയത്. ഉറക്കിയിട്ട് പിന്നെ കിടന്നു. എല്ലാവർക്കും അപ്പർ ബർത്തായിരുന്നു. അമ്മയ്ക്ക് പക്ഷെ അപ്പർ ബർത്ത് കിടക്കാൻ പറ്റാത്തതുകൊണ്ട് ലോവർ ബർത്തിൽ കിടന്ന ഒരു ചേട്ടൻ അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് ലോവർ ബർത്ത് കിട്ടി. അങ്കുവിനും എനിക്കും കൂടി ഒരു ബർത്തായിരുന്നു. അങ്ങനെ അവനെ കിടത്തി പില്ലോക്കെ വച്ചപ്പോൾ തന്നെ പ്ലേസ് അടഞ്ഞു. അങ്ങനെ ഇരുന്ന് നേരം വെളുപ്പിക്കാമെന്നൊക്കെ കരുതി കയറിയിരുന്നു പാട്ടൊക്കെ കേട്ടിട്ട്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ തണുത്തിട്ട് ഇരിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഉള്ള സ്ഥലത്തിൽ അങ്കുവിനെയും കെട്ടിപ്പിടിച്ച് ഞാനും കിടന്നു.
പക്ഷെ ഉറങ്ങിയില്ല. നല്ല തണുപ്പും പിന്നെ വീഴോ ഇല്ലെന്നുള്ള പേടിയായിരുന്നു. ഒട്ടും സ്ഥലമില്ലായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് അങ്കു നന്നായിട്ട് ഉറങ്ങി. അങ്ങനെ ഇരുന്നും കിടന്നൊക്കെ ഞാൻ നേരെ വെളുപ്പിച്ചു. അങ്ങനെ രാവിലെ നേരത്തെ തന്നെ എല്ലാവരും എണീറ്റ് എല്ലാം പാക്ക് ചെയ്ത് റെഡിയാവുകയാണ്. അങ്കൂന് ഇടയ്ക്ക് ഞാൻ ഫുഡും കൊടുത്തു. ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ ആവാറായി. സമയം ഒരു 6:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ട്രെയിനൊക്കെ ഇറങ്ങി ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ചേട്ടൻ പിക്കപ്പ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനെത്തി. പിന്നെ ഞങ്ങൾ റൂമിലോട്ട് പോയി. நார்மல் மெடிக்கல் போகணுமா அப்போலோனா கிடைக்கும், நார்மல்னா கிடைக்குமோ தெரியல. அப்போலோ ഹൊസൂറിലുള്ള ഹോട്ടൽ വിക്ടോറിയയിലായിരുന്നു ഞങ്ങൾക്ക് റൂം എടുത്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയത്. പെട്ടി ചേട്ടൻ എടുത്തിട്ട് പോ. ഹലോ ഹലോ പറ, ഹലോ പറ. ഫോൺ വന്നാ അങ്ങനെ ഞങ്ങൾ റൂമിൽ കൊണ്ട് ഞങ്ങളുടെ ലഗേജൊക്കെ വെച്ചിട്ട് താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. ഹോട്ടലിൽ തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. സ്കൂട്ടറുണ്ട്, സ്കൂട്ടർ.
പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അങ്കു ഉറങ്ങിയപ്പോഴേക്കും ഞങ്ങൾക്ക് ബോറടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ചേട്ടൻ പറഞ്ഞു ചുമ്മാ പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്കുവിനെ അമ്മയുടെ അടുത്ത് കിടത്തിയിട്ട് ഞാനും ചേട്ടനും കൂടെ പുറത്തേക്ക് ചുമ്മാ ഇറങ്ങി. റോഡൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ കുറച്ചിങ്ങ് വന്നപ്പം ഭയങ്കര വെയിലും. പിന്നെ ഒരു ക്യാപ്പ് മേടിക്കാമെന്നും പറഞ്ഞ് കടയ്ക്ക് കയറി. ആണെന്ന് തോന്നുന്നു. പെട്ടെന്ന് പോ. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലോട്ട് എത്തി. നേരെ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോയി ലൈം ജ്യൂസ് കുടിച്ചു. അങ്ങനെ കറങ്ങിയിട്ടൊക്കെ വന്നപ്പം എൻ്റെ മുട്ടിന് നല്ലൊരു പണി കിട്ടി. മുട്ട് ഡ്രൈ ആയിട്ട് പൊട്ടാൻ തുടങ്ങി. ഈ ക്ലൈമറ്റ് മാറുമ്പം മുട്ട് ശരിയാവുമെന്നും പറഞ്ഞ് ഞാൻ ലൈം കുടിച്ച് സമാധാനിച്ചു. പിന്നെ നേരെ റൂമിൽ പോയപ്പം അങ്കു എണീറ്റു. പിന്നെ മാമിയും ചേട്ടനും എത്തിയായിരുന്നു. ഹലോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് ഫുഡ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് എല്ലാവരും റെഡി ആവാനായിട്ട് പോയി ഈവനിങ് ഫംഗ്ഷന് പോകാനായിട്ട്. സ്കിൻ കെയർ ഒന്നും ചെയ്യാത്ത ആൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് മോയ്സ്ചറൈസർ ചോദിച്ചപ്പോൾ ഫസ്റ്റ് ഞാൻ ഞെട്ടിപ്പോയി. പിന്നെയാണ് മനസ്സിലായത് മുട്ടിൽ കയ്യിലൊക്കെ തേക്കാനാണെന്ന്. പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ച് കാരണം ചേട്ടൻ്റെ കൈയും ഡ്രൈ ആവാൻ തുടങ്ങി. வந்து வாங்கடா ஒரு ஆள் வந்து அம்மா யார் யார் ബൈ ബൈ. ചേട്ടനും മാമിയും കാറിലായിരുന്നു വന്നിരുന്നത് ചെന്നൈയിൽ നിന്ന്. ആ കാറിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ റിസപ്ഷന് പോയത്.
what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the ഈ ചേച്ചിയുടെ സിസ്റ്ററിൻ്റെ മാരേജാണ് ഈ നടക്കുന്നത്. അതിനാണ് ഞങ്ങളെല്ലാവരും കൂടി വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. Please like, share, subscribe. Please like, share, subscribe. Please like, share, subscribe. Okay. ഒരുമിച്ച് ഇറങ്ങിയിട്ട് നമ്മള് നേരെ വണ്ടി പിടിച്ചിട്ട് നാട്ടിലേക്ക് പോയി. ഫാമിലിയായിട്ട് അങ്ങനെ സ്വീറ്റ് പീഡ അടുക്കി വെച്ചേക്കുന്ന കണ്ടിട്ട് ഞാൻ ചേച്ചിയും കൂട്ടിയിട്ട് സ്വീറ്റ് പീഡ കഴിക്കാനായിട്ട് പോയി. കോയമ്പത്തൂർ വെച്ച് ഒരിക്കൽ കഴിച്ചപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇവിടെ സൂപ്പറായിട്ടിരിക്കും എന്ന് ചേച്ചി പറഞ്ഞ് അങ്ങനെ കഴിക്കാനായിട്ട് പോയതാണ്. കമ്പനിക്ക് ചേച്ചിയും വരാമെന്ന് പറഞ്ഞു. എത്ര നേരം പാപ്പ വേണ്ടായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നാളെ മോർണിംഗ് മാരേജിനാണ് ചേട്ടനോടും ചേച്ചിയോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഹോട്ടലിലേക്ക് പോയി. കല്യാണം അണ്ണന്റെ ഒരു പട്ടി തണ്ണി എടുത്തിട്ട് പിറ്റേന്ന് അവരുടെ മാരേജ് ആയിരുന്നു. അതിൻ്റെ വീഡിയോസ് അടുത്ത വ്ലോഗിൽ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുവരേക്കും see you guys in next vlog. Bye. Please like, share, subscribe. Okay. Yeah.